ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് കാവലിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ഒരു ദിക്റാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കണ്ണീർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കണ്ണീർ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല. അത് കുട്ടികൾക്ക് സംഭവിക്കാം, മുതിർന്നവർക്ക് സംഭവിക്കാം, നമ്മുടെ വീടിന് സംഭവിക്കാം, നമ്മുടെ വാഹനത്തിന് സംഭവിക്കാം, നമ്മുടെ ജോലിക്ക്, ഇങ്ങനെ തുടങ്ങി നാമുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കും കണ്ണീർ സംഭവിക്കാം. ഒരുപാട് ആളുകൾ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിലൂടെയൊക്കെ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ചില വിഷയങ്ങളുണ്ട്. കണ്ണീർ കൊണ്ട് ശരീരം തളർന്ന് കിടപ്പിലായ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കണ്ണ് അത് ഹഖാണ്. അൽ ഐനു ഹഖുൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീർ യാഥാർത്ഥ്യമാണെന്നും കണ്ണീർ സംഭവിച്ചതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഹദീസ്, കണ്ണീറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നാം പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടാൽ കുറെ വിഷയങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഫസ്റ്റ് കമന്റിലും കൊടുക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങളത് കണ്ടാൽ ഒരുവിധം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകും. ഇന്ന് ഈ വീഡിയോയിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരക്കിടാങ്ങൾ, നമുക്ക് മക്കളില്ലേ, നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആ ഒരു അമലാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ദിക്ർ നിങ്ങൾ കാണാതെ പഠിക്കുക. അത് സ്വന്തം ശരീരത്തിനും ചെയ്യാം, അതേപോലെ തന്നെ മക്കൾക്കും ചെയ്തു കൊടുക്കുക, എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. അപ്പൊ അതിന്റെ മുമ്പ് ചില വിഷയങ്ങൾ പറയാണ്, കണ്ണീറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ. അതായത് ഈ കണ്ണീർ എന്നുള്ള ഈ സംഭവം അത് എപ്പോഴാണ് സംഭവിച്ചത്, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിയൂല. അത് തിരിയണമെന്നുണ്ടെങ്കിൽ നല്ല റാഹത്തിൽ പോയിരുന്ന നമ്മുടെ കുടുംബജീവിതം, ആ കുടുംബജീവിതം പെട്ടെന്ന് അതൊരു തകർച്ചയിലേക്ക് എത്തണം. അല്ലെങ്കിൽ നമ്മുടെ മകൻ നന്നായി പഠിച്ചിരുന്നു, സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നല്ല റിസൾട്ടാണ് കിട്ടിയിരുന്നത്, അങ്ങനെ നന്നായി പഠിച്ചിരുന്നു. ആ പഠിച്ചിരുന്ന ആ കുട്ടി പെട്ടെന്ന് പഠനത്തിൽ നിന്ന് പിന്നോക്കാവസ്ഥയിലേക്ക് എത്തുന്നു. അതിന്റെ കാരണങ്ങൾ നാം അന്വേഷിക്കുമ്പോൾ വേറെ പ്രത്യക്ഷ കാരണങ്ങളൊന്നും അതിനെ കാണുന്നില്ല. എന്നാൽ അത് കണ്ണീർ കൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഹസ്ബൻഡിന് നല്ല ജോലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉപ്പാക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രവാസികളാണെങ്കിൽ നമുക്ക് നല്ല റാഹത്തുള്ളൊരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കാം. പിന്നീട് ഒരു ജോലി ശരിയാകുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും ഒരു ഡെവലപ്മെന്റ് ലഭിക്കുന്നില്ല, ഒരു ഇംപ്രൂവ്മെന്റ് ലഭിക്കുന്നില്ല. എന്നാൽ വേറെ ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഒരുപാട് കമ്പനീസിൽ നമ്മുടെ CV സബ്മിറ്റ് ചെയ്തു, ഒരുപാട് ആളുകൾ വിളിക്കാന്ന് പറഞ്ഞു, അതിന്റെ അവസാന ഘട്ടത്തുമ്പോൾ അതെല്ലാം ഒഴിവാകും. അങ്ങനെ ഒരുപാട് നമ്മുടെ ജോലി ചെയ്യുന്ന മേഖലയിൽ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് അത് കണ്ണീറാണ് എന്ന് നമുക്ക് ഒരു നിലക്കും ഒരു തുറസ് ലഭിക്കുന്നില്ലെങ്കിൽ കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാത്തിലാക്കണം. അപ്പൊ ആ കണ്ണീർ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. ആ വീഡിയോ നിങ്ങൾ കാണുക, കണ്ടിട്ട് അതില് ഞാൻ കണ്ണീർ എന്താ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അതിനാണ് അത്രയും വിശദമായിട്ട് അതിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൽ ചെയ്യേണ്ട ആ മന്ത്രിക്കേണ്ട രൂപം നിങ്ങൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹുവിന്റെ ഇതിനുകൊണ്ട് ആ കണ്ണീർ ബാത്തിലായി പോകും. അല്ലാഹു ബാത്തിലാക്കി തരട്ടെ. ചില ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ബാത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ ഇനി ചെയ്യുവേണ്ടി വരും. നിങ്ങൾ പ്രഥമഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് ഇതുമായി ബന്ധപ്പെട്ട് കണ്ണീറുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കിതാബുകളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഞാൻ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു കേസ് എത്തുകയാണ്. ഏതാണ് കേസ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കള് അവരവരുടെ പ്രയാസങ്ങളും അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷമങ്ങളൊക്കെ എത്തിക്കാനും അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് എല്ലാം എത്തിക്കാൻ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആത്മീയമായ അവലംബം അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. അത് മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് റബ്ബ് അത് കാണിച്ചു തരുന്നുണ്ട്. അത് ഹദീസിന്റെ വാചകമാണ്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ പറഞ്ഞുതരാം. തുഅറദു അലയ്യ അഅമാലുക്കും, എന്റെ മേൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെളിവാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നല്ലത് വല്ലതും ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ റബ്ബിനോട് സ്തുതിക്കും, അല്ലാഹുവേ ഇന്നാലിന്ന വീട്ടിലിരുന്ന് ഇന്നാലിന്ന ഉമ്മ
ഇന്നത്തെ മഗ്രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക്, സൂറത്തു യാസീൻ, സൂറത്തുൽ വാഖിഅ, സജദ ഇങ്ങനെ സൂറത്തുകളൊക്കെ ഓതിയിട്ടുണ്ട് എന്ന വിവരം ഹബീബായ തങ്ങളിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്തുതിക്കും, അള്ളാഹുവിനോട് സ്തുതിക്കും. അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ ഹബീബായ തങ്ങൾ റബ്ബിനെ സ്തുതിക്കും എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇൻ റഅയ്തു ഗൈറ ദാലിക, ഇനി നല്ലതല്ലാത്തത് വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹബീബായ തങ്ങൾക്ക് നമ്മളോടുള്ളൊരു പ്രതീക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞത് ഫഇൻ റഅയ്തു ഖൈറൻ ഹമിദുല്ലാഹ്, നല്ലത് വല്ലതും ഖൈറ് കാണുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് സ്തുതിക്കും, അള്ളാഹുവിനെ സ്തുതിക്കും. ആ ഖൈറ് കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ നബി തങ്ങള് ആ ഖൈറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തായിരുന്നു പറയേണ്ടത്? നിങ്ങൾ പറ, ഖൈറിന്റെ ഓപ്പോസിറ്റ് എന്താ? ഖൈറ് കാണണമെങ്കിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കും. ഇനി എങ്ങാനും ഡാഷ് കാണുകയാണെങ്കിൽ, ഖൈറിന്റെ ഓപ്പോസിറ്റ് എന്താ? ഷെറ് എന്നല്ലേ? ഖൈറും ഷെറും എന്നല്ലേ നമ്മൾ പറയലേ? ഖൈറിന്റെ നേരെ ഓപ്പോസിറ്റ് കൂടി ഷെറാണ്. അപ്പൊ ഖൈറ് കാണുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കും. വഇൻ റഅയ്തു ഷർറൻ, ഷെറ് കാണുകയാണെങ്കിൽ, നല്ലതല്ലാത്തത്, ചീത്തത് കാണുകയാണെങ്കിൽ എന്ന് നബിതങ്ങള് പറയേണ്ടതിന് പകരം നമ്മെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷയാണത്. നബിതങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഫഇൻ റഅയ്തു ഗൈറ ദാലിക, അങ്ങോട്ട് നോക്ക്, അവിടെ ഷെറ് കാണുകയാണെങ്കിൽ, ചീത്തത് കാണുകയാണെങ്കിൽ എന്ന് പറയേണ്ടതിന് പകരം നബിതങ്ങൾ പറയാണ് വഇൻ റഅയ്തു ഗൈറ ദാലിക, നല്ലതല്ലാത്തത്, അതല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ. ഓ, എന്തൊരർത്ഥമുള്ള വാക്ക്! ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമ്മളോടുള്ള ഒരു പ്രതീക്ഷ നോക്കൂ. നമ്മുടെ അടിമകളുടെ, നമ്മുടെ ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന്, ഈ ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് ഷെറ് കാണൂല, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ, ശുഭാപ്തി, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നല്ലതല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ ഇസ്തഗ്ഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കും എന്ന് ഈ ലോകത്തിന്റെ നേതാവ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു ദിവസം 100 സ്വലാത്തെങ്കിലും ചൊല്ലണം. പ്രിയമുള്ളവരെ, നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നാളെ ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യന്റെ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് ശഫാഅത്ത് നൽകുന്ന ഹബീബായ തങ്ങളുടെ മേലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും നമുക്കുള്ള അവലംബവും നമ്മുടെ പരിഹാരമൊക്കെ ഹബീബായ തങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്വഹാബി, ആ സ്വഹാബി സഹ്ൽ ഇബ്നു ഹനീഫ്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്കിങ്ങനെ പെട്ടെന്ന് അവര് ഒരു പ്രയാസം അനുഭവിക്കണം. അവര് കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബി അവരോട് പറയണം, ഞാന് മണിയറയിൽ കഴിയുന്ന മണവാട്ടിയെ പോലും ഇത്ര ഭംഗിയുള്ള രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ പ്രയോഗങ്ങൾ നോക്കണം. അപ്പൊ ചില വാക്കുകളും ചില നോട്ടങ്ങളൊക്കെ അത് സംഭവിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പറയലോടുകൂടെ കൽഫത്താത്തിൽ അറൂസ് കിതാബിന്റെ ഇബാറത്തിലെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെ ആ ഇബാറത്ത് കാണാം. അങ്ങനെ ലം തറഹൽ ഉയൂൻ, ഒരു കണ്ണുകളും കാണാത്ത മനോഹര ഭംഗിയുള്ള ആ ഒരു സഹ്ൽ ഇബ്നു ഹനീഫ് എന്ന് പറയുന്ന ആ സ്വഹാബിയുടെ ആ രൂപം കണ്ടിട്ട് പറയുകയാണ്. ഇത് പറഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് എന്തോ സംഭവിച്ചു. സഹാബി അവിടെ വീണു എന്നാണ്. വസഖത അലൽ അർദ്, ഭൂമിയിൽ അങ്ങനെ വീണു എന്നുള്ളതാണ്. അങ്ങനെ വീണതിന് ശേഷമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വിഷയം എത്തുന്നത്. ഹബീബായ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ അങ്ങനെ സംഭവിച്ചതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവർത്തനം പറഞ്ഞു കൊടുത്തു. ആ അമൽ അവിടെ ചെയ്തു. ആ അമൽ ചെയ്യലോടുകൂടെ ആ സ്വഹാബി വളരെ റാഹത്തായിട്ട് എഴുന്നേറ്റു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം കൊടുത്തു, നിങ്ങൾ ഒരാളെയും ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കരുത്, നിങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കണ്ണീറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ കിതാബുകളിൽ കാണാം. കണ്ണീറിന് ചെയ്യേണ്ട ചികിത്സാ രീതികൾ കിതാബിൽ കാണാം, ഒരുപാടുണ്ട്. ഇലാജുൽ ഐൻ, കണ്ണീറുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികൾ, അതില് വെള്ളം കൊണ്ടുള്ളതുണ്ട്. ഞാൻ വെള്ളം കൊണ്ടുള്ളതും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് പലർക്കും. അപ്പോ ഇതില് വെള്ളം കൊണ്ടുള്ളത്, അതേപോലെ തന്നെ നമ്മൾ മന്ത്രിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങി ഒരു പ്രത്യേക രൂപത്തിൽ ചെയ്യേണ്ട ഒരുപാട് അമലുകൾ കിതാബുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ കണ്ണീറ് നമുക്ക് സംഭവിച്ചേക്കാം. നല്ല ജോലിയുള്ള, നല്ല റാഹത്തിൽ പോകുന്ന ആളുകളൊക്കെ കണ്ണീറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചില കരുതലുകളൊക്കെ ചെയ്യണം.
ആ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ ചെയ്യുന്നതോടുകൂടെ നമുക്ക് അത്തരം കണ്ണേറുകളെ തൊട്ടും അത്തരം പ്രയാസങ്ങൾ സംഭവിക്കുന്നതിനെ തൊട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാവലായിട്ട് നിൽക്കുമെന്നുള്ളതാണ്. ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, അന്നത്തെ ആ വീഡിയോയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹാനരായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റആ സബിയൻ, നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദസ്സിമു നൂനത്തഹു, എന്താ അല്ലാ തുസീബഹുൽ ഐൻ, കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ 2 താടിയല്ലുകൾക്കിടയിൽ ഒരു കറുപ്പിച്ച് കളഞ്ഞാൽ, കറുത്ത കുത്തിട്ടാൽ എന്നർത്ഥത്തിൽ എന്തെങ്കിലും ഒരു കറുത്ത ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റിലുള്ള നോട്ടം അത് ആ ഭാഗത്തേക്കായിട്ട് ആ കണ്ണേറ് തട്ടിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കണ്ണേറുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ണേറ് സംഭവിക്കാതിരിക്കാനുള്ള കാവല് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഉദ്ധരണികളൊക്കെയാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് അവിടുന്ന് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്ത ഒരു കാവലിനുള്ള ഒരു ദിക്റാണ് ഞാനിതിൽ പറയുന്നത്. അപ്പൊ നമ്മളിത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കേൾക്കേണ്ടത്, ഇതിൽ നല്ല ജോലിയുള്ള ഒരുപാട് ആളുകളുണ്ട്. നല്ല ജോലിയുള്ള ഒരുപാട് ആളുകളുണ്ടാകും. നല്ല ഗവൺമെന്റ് ജോലി ചെയ്യുന്നവര്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവര്, നാട്ടിൽ നല്ല റാഹത്തിൽ നടക്കുന്നവര്, ഇത്തരം ആളുകളൊക്കെ അവർക്ക് ഇനി കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലൽ പതിവാക്കേണ്ട. കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇത് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക. വലിയവരാണെങ്കിൽ ഇതെല്ലാ ദിവസവും ചൊല്ലാം. വളരെ ചെറിയ ദിക്റാണ്. ഞാൻ ആ ഹദീസ് വായിക്കാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅബ്ബിദുൽ ഹസന വൽ ഹുസൈൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാവലായിട്ട് ചൊല്ലി കൊടുക്കാറുണ്ടായിരുന്ന ആ ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ഇതിപ്പോ നമുക്ക് കാണാതെ പഠിച്ചാലോ? പെട്ടെന്ന് കാണാതെ പഠിക്കും. ഇത് കാണാതെ പഠിച്ചിട്ട് ഇത് കേൾക്കുന്ന ഞാനും, ഇത് ഞാൻ ഇത് പറയുന്ന സമയത്ത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഇത് കാണാതെ പഠിച്ചിട്ട് ഇന്ന് എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ മാതന വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിയതിനു ശേഷം ഒറ്റ പ്രാവശ്യം ഇത് ചൊല്ലുക. അന്നത്തെ ദിവസം നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഇത് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കാം. മദ്രസയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ ഇശ്ഫി. മന്ത്രിക്കേണ്ട രൂപമുണ്ട്. ഇശ്ഫി എന്നാണ് പറയുന്നത്. ഇശ്ഫി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടീൻ്റെ തല പിടിച്ചിട്ട് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മന്ത്രിച്ചു കൊടുക്കുക. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് കാവലിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന വലിയ മഹത്വമുള്ള ദിക്റാണ്. ചെയ്തു നോക്കാലോ? ഹദീസിൽ കാണാം, ഇന്ന അബാക്കുമാ കാന യുഅബ്ബിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്മാഈൽ അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും അവിടുന്ന് എന്താ മന്ത്രിച്ചു കൊടുത്തിരുന്ന, അവിടുന്ന് കാവലിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ഒരു ദിക്റും കൂടെയാണ് ദിക്ർ. അപ്പോ വലിയ ഫലമുള്ള ദിക്റാണ്. നമുക്ക് ഇത് നമ്മുടെ പേരക്കിടാങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സ്വന്തം കാവലിന് വേണ്ടി നമുക്കും പതിവാക്കിയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കാണാതെ പഠിച്ചോ? നിങ്ങൾ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കാണാതെ പഠിച്ചൂടെ? ഞാനിവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാത്തതുകൊണ്ട് പലരും പറയുന്നുണ്ട്. ഇത് എല്ലാം കൂടെ കുറച്ച് റിസ്ക് പിടിച്ച ഒരു സംഭവമാണ്. ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കില്ല. സമയം ഉണ്ടാവുമ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കലുണ്ട്. അപ്പൊ അഊദു ബികലിമാത്തിൽ എൻ്റെ കൂടെ ചൊല്ലിയാൽ മതി. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. അപ്പൊ ഒന്ന് സ്പീഡ് ചൊല്ലിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ
ഇത് പല ഉമ്മമാർക്കും അറിയാം, പല ഉപ്പമാർക്കും അറിയാം, പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. അതേപോലെ തന്നെ വിഷം, അതേപോലെയുള്ള വലിയ വലിയ ആഫത്തുകളും മുസീബത്തുകളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന ദിക്ർ. ഇതിന്റെ ഒരു സംഭവം ഞാനിത് വീഡിയോയിൽ പറഞ്ഞതാണ്, മറ്റൊരു വീഡിയോയിൽ. ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമ ഉണ്ടായിരുന്നു, അടിമ സ്ത്രീ. ആ അടിമ സ്ത്രീ ഒരിക്കൽ അബൂദർദയിനോട് ചോദിക്കണം, മിൻ ഐ ജിൻസിൻ അൻത, നിങ്ങൾ ഏതു വിഭാഗത്തിൽപ്പെട്ടതാണ്, മനുഷ്യൻ തന്നെയാണോ? അപ്പോ അബൂദർദ എന്ന് പറയുന്ന ആ വലിയ മഹാന് ആ അടിമ സ്ത്രീയോട് മറുപടി പറയുകയാണ്, എന്താ, ആദമിയുൻ മിസ്ലുക, ഞാന് നിന്നെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. കൈഫ തകൂനു ആദമിയൻ, എങ്ങനെയാണ് അങ്ങൊരു മനുഷ്യനാവുക? വഖദ് അത്അംതുക സുമ്മ 40 യൗമ, ഞാൻ 40 ദിവസം അങ്ങേക്ക് തുടർച്ചയായി ഞാൻ വിഷം നൽകിയിട്ടും ഫമാ ലറക, അങ്ങയുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിഷം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെങ്കിൽ മരിച്ചുകൊണ്ടേ, എന്താ ഇതൊന്നും സംഭവിക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, അമാ അലിംതി, എന്താണ് നീ എന്നെക്കുറിച്ച് വിചാരിച്ചത്, അല്ലെങ്കിൽ എന്താണ് നീ വിചാരിച്ചത്? അന്നദാക്കിരീന ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് ദിക്ർ ചെയ്യുന്ന, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാക്ക്, ആ നാക്ക് ഉൾക്കൊള്ളുന്ന ശരീരം, ആ ശരീരത്തിനൊന്നും സംഭവിക്കൂല. അപ്പൊ അത്ഭുത പരതന്ത്രയായ സ്ത്രീ, അടിമ സ്ത്രീ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണേ, അങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും അങ്ങയുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ അത്ഭുത ദിക്ർ ഏതാണ്? അപ്പോഴാണ് അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നത്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്റാണ്. ആ ദിക്ർ നിങ്ങൾക്ക് പതിവാക്കാം. പിന്നെ അതേപോലെ തന്നെ ഏതു വിഷയത്തിനും എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും വായിൽ നിന്ന് മാഷാ അല്ലാഹ്, അതേപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ വരുന്നത് നമുക്ക് കണ്ണേറും അതേപോലെയുള്ള ഐനിന്റെ പ്രശ്നം, ഹസദിന്റെ പ്രശ്നം, ഇതൊക്കെ സംഭവിക്കാതിരിക്കാനുള്ള കാവലാണ്. നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്തൊക്കെ പഴയ കാലം മുതലേ, വീട് നിർമ്മാണം നടക്കുന്നതിന്റെ തുടക്കം മുതലേ ഒരു പ്രിന്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ട് മാഷാ അല്ലാഹ് എഴുതി വെക്കുന്ന രൂപം കണ്ടിട്ടില്ലേ? അത് നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ കാലം മുതലേ ചെയ്തു വെക്കുന്നതാണ്. അത് കണ്ണീര് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ കാരണമായിട്ട് ഒരാൾക്കും എന്ത് സംഭവിക്കരുത്, ഒരു കണ്ണും സംഭവിക്കരുത്, നമ്മൾ ആദ്യം സൂക്ഷിക്കാം. നമ്മൾ എന്താ ബോധപൂർവം ചെയ്യുന്നൊന്നാവൂല, അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്, അള്ളാഹുവിന്റെ ഖദർ ഖളായില്. അപ്പൊ അതില് നമ്മൾ പറയും, ആരെ കണ്ടാലും മാഷാ അല്ലാഹ് എന്ന് പറയാം. അത് നല്ലൊരു ദിക്റും കൂടെ അല്ലേ മാഷാ അല്ലാഹ്. അതേപോലെ മാഷാ അല്ലാഹ് എന്ന് പറയും. എപ്പോഴും മാഷാ അല്ലാഹ് പറയുന്ന ആൾക്കാരുണ്ട്. ചില ഈ വ്ളോഗേഴ്സിന്റെ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ആ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് ഈ വീഡിയോ മലീമസമാക്കുന്നില്ല. ഇതെല്ലാം വ്ളോഗേഴ്സാണ്. വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരികളെ, പുതിയതായി വിവാഹം ചെയ്ത കപ്പിൾസ്, ദമ്പതികള്, അവരൊക്കെ അവരുടെ ഭാര്യയെയും ഇറക്കിയിട്ട്, പണ്ടാരോ പറഞ്ഞു കേട്ടില്ലേ, ഈ അടുത്തതിനെ കുറിച്ച് നന്നായി സംസാരിക്കുന്നത് കേട്ടിരുന്നല്ലോ, സൗന്ദര്യമുള്ള ഭംഗിയുള്ളൊരു ഭാര്യയുണ്ടെങ്കിൽ എത്രയും ക്യാഷ് ഉണ്ടാക്കാന്ന് യൂട്യൂബിലേക്ക് ഇറക്കിയിട്ട് ആ ഭാര്യയുടെ അംഗലാവണ്യവും ആ ഭാര്യയുടെ കൃത്യമായ രൂപത്തില് അഴുറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്ന രൂപമൊക്കെ പ്രചരിപ്പിച്ച് അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും ഒരിക്കലും ഹലാലാകൂല. സ്വന്തം ഭാര്യ എങ്ങനെ കൊണ്ടെടുക്കണം എന്നുള്ളത് ദീനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വന്തമായിട്ട് ചെയ്യാലോ, സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാലോ, എന്തു തന്നെയായാലും ഭാര്യയെ രംഗപ്രവേശം നടത്തിയിട്ടുള്ള ഇത്തരം പേക്കുത്തുകൾക്കൊന്നും ഒരിക്കലും അതിന്റെ താഴെ പോയിട്ട് കമന്റ് ഇട്ട് കൊടുക്കുന്ന ആളുകളാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ താഴെ പോയിട്ട് മാഷാ അല്ലാഹ് എഴുതുന്ന ആളുകളുണ്ട്. മാഷാ അല്ലാഹ് എവിടെയാണോ പ്രയോഗിക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് എവിടെയാണോ പ്രയോഗിക്കേണ്ടത്, അതൊക്കെ കൃത്യമായ സ്ഥലത്ത് തന്നെ പ്രയോഗിക്കണം. അപ്പൊ മാഷാ അല്ലാഹ് എന്ന് പറയുന്നത് കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ അത് വലിയ ഫലമാണ്. അതേപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതും കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുക. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ആ ദിക്ർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് പറഞ്ഞു കൊടുത്തത്.
ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ കാവലിനു വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ആ ഒരു ദിക്ർ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുക, അത് മന്ത്രിച്ചു കൊടുക്കുക, അത് സ്വന്തം ചെയ്യാം. അപ്പൊ സ്വന്തം ചെയ്യേണ്ട ആളുകള് ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് അത് ചൊല്ലുക. നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് മനസ്സിലാകുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നമ്മൾ ആങ്കർ ചെയ്യുന്ന എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളത് വിളമ്പി കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് ചൊല്ലിയിട്ട് ചെയ്യുക. അപ്പോൾ അത്തരം കാവലായത് അല്ലേ. നമ്മളേത് പ്രവർത്തനം, നമ്മൾ ഡ്രൈവ് ചെയ്യണം, നമ്മളെല്ലാവരും കൂടെ കൂട്ടമായിട്ട് കൂട്ടുകാരെ ഒക്കെ കൂടി യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് പെട്ടെന്ന് നീയൊന്ന് ഓടിക്കുന്നു പറഞ്ഞിട്ട് മുന്നിലേക്ക് കയറിയിരിക്കുമ്പോൾ നമ്മൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, കയറിയിരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള സുബ്ഹാനല്ലദി സഖറനാ ഇലാ ആഖിരി അത് ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ഇത് ചൊല്ലാം, അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ ഇത് ചൊല്ലാം. അങ്ങനെ നാമും സ്വന്തം കാവലിന് വേണ്ടി ഇത് ചെയ്യുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുക, വലിയ ഫലമുണ്ടാകും. അതേപോലെ തന്നെ കണ്ണീർ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരു ആയത്തുണ്ട്, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഇത് 3 പ്രാവശ്യം. ഈ കാവലിനുള്ള ആയത്തുകളൊക്കെ കാണാതെ പഠിച്ചാൽ വലിയ ഫലം ഉണ്ടാകും. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ ഇത് ചൊല്ലുക. അപ്പോൾ ഞാനിന്ന് പ്രധാനമായിട്ട് പറഞ്ഞ ആയത്തുകള്, ദിക്റുകള്, ഒന്ന് വളരെ പ്രധാനപ്പെട്ടതും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് പറഞ്ഞു കൊടുത്തിരുന്ന, കാവലിന് ചെയ്തു കൊടുത്തിരുന്ന ദിക്ർ അതേതാ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. രണ്ടാമത്തേത് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യാം. ചിലപ്പോൾ വിവാഹം മുടങ്ങിക്കിടക്കുന്നത്, നമ്മുടെ കച്ചവടം നടക്കാതിരിക്കുന്നത്, നമ്മുടെ കടയിൽ ഒരു ഡെവലപ്മെന്റ് ഇല്ലാതിരിക്കുന്നത്, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ലാതിരിക്കുന്നത്, ഇതൊക്കെ കണ്ണേറുമായി ബന്ധപ്പെട്ടതായേക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത് അത്തരം വിഷയങ്ങൾ നേരത്തെ സംസാരിച്ചതുകൊണ്ടാണ്. നിങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ വീഡിയോ കാണാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഫോൺ കോളുകൾ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ റീപ്ലൈ സമയം പോലെ കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ സലാമത്ത് ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാവിലെ ഞാൻ ഫോൺ കോളുകൾ എടുക്കാൻ എനിക്ക് പറ്റാറില്ല. ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടാകുമ്പോഴാണ് ഞാൻ ഫോൺ കോളുകൾ എടുക്കാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ രാവിലെ മജ്‌ലിസ് നടക്കുന്നുണ്ട്, രാവിലെ 6:15. അതേപോലെ രാത്രി 7:15 മജ്‌ലിസ് നടക്കുന്നുണ്ട്, നമ്മുടെ നൂറെ മദീന എന്ന് പറയുന്ന മജ്‌ലിസ്. ആ മജ്‌ലിസ് നടക്കുന്ന സമയത്ത് പോലും ഫോൺ കോളുകൾ വരുമ്പോൾ ഒരു മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. അത്രയും പ്രയാസം ചില സമയത്തൊക്കെ അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് ദയവ് ഇത് മജ്‌ലിസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ കോളുകൾ ചെയ്യരുത്. മജ്‌ലിസ് നടക്കുന്ന സമയം രാവിലെ 6:15 മുതൽ 9 മണി വരെയും രാത്രി 7:15 മുതൽ ഏകദേശം 9 മണി വരെയുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ 10 മണിക്ക് ശേഷം നിങ്ങൾ ഫോൺ വിളിച്ചാൽ മതി. അത്രയും ഫോൺ കോളുകൾ വരുമ്പോൾ വലിയ പ്രയാസമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർത്തേരട്ടെ. സിഹർ കൊണ്ട്, ഐന് കൊണ്ട്, കണ്ണേറുകൊണ്ട്, അതേപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എന്തെങ്കിലും പനിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടറെ കാണിച്ചാൽ ഒന്നും മാറില്ല. ചില കുട്ടികൾക്ക് അതന്നെ കരച്ചിൽ ചില സമയത്ത് മാറിക്കിട്ടില്ല. ഈ കരച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ പറയുന്ന ദിക്ർ ചൊല്ലിക്കൊടുക്കാം. കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ കരച്ചിലൊക്കെ മാറാൻ അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാം. നല്ല ഫലം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.